ലെവലിലേക്ക് ഓവർ യൂസ് പിന്നെ കൺസർവേഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ റിസോഴ്സുകളെല്ലാം വളരെ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. So important reason for that is there are two primary reasons for this. The first one is population of the world has increased a lot. ഒരുപാട് increase ചെയ്തിട്ടുണ്ട് നമ്മുടെ population. And there are more people on the earth and they use more resources to feed, clothe and house themselves. So നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പോപ്പുലേഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഓരോ വസ്തുക്കളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരുന്നു. അന്ന് ഒരു വീട്ടില് 10 പേര് താമസിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ താമസിക്കുന്നില്ല. ഇന്ന് മനുഷ്യരങ്ങനെ ഒന്നിച്ച് അത്രയും ആൾക്കാർ ഒന്നിച്ച് താമസിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, അവര് കുറച്ച് വലുതായി കഴിയുമ്പോൾ, മക്കള് വലുതായി കഴിയുമ്പോൾ they get married and they will construct a new house and they will move to the another place or to the another building. So like this way too many building has been constructed. So there are more people on the earth and the use of all these resources have been increased a lot. അപ്പൊ നമ്മുടെ ഈ റിസോഴ്സുകളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ അളവ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനത്തെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നതിൽ കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ മൊത്തം ഒറ്റയടിക്ക് തീർന്നു പോകും, പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്. ഇപ്പം വെള്ളത്തിന്റെ തന്നെ നമ്മൾ പറഞ്ഞു, 10 അടി താഴ്ചയിൽ കിണറ്റിലെ വെള്ളത്തിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നിടത്ത് ഇന്നിപ്പോ നമ്മൾ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് യൂസ് ഓഫ് വാട്ടർ ഹാസ് ബീൻ ഇൻക്രീസ്ഡ് എ ലോട്ട് and that much water is not coming slipping to the ground also because we have a cut of trees, we have constructed a lot of houses, roads, buildings and all. So മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു, പക്ഷെ ഉപയോഗിക്കുന്നതിന്റെ അളവ് ഒരുപാട് കൂടി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വെള്ളം കുറെ കഴിയുമ്പോഴത്തേനും കുറഞ്ഞ് തീരെ ഇല്ലാണ്ടാകും. പിന്നെ ലിവിങ് തിങ്സ് ഉണ്ടാകുമോ? ഇല്ല. So we have to conserve these resources. As humans have progressed, their needs have increased. Their energy needs, for example, have increased several fold. The average resources consumed per person have therefore increased considerably. I will tell an example. ഇപ്പൊ നമ്മുടെ പോപ്പുലേഷൻ കൂടുതൽ കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാസ് ബീൻ ചേഞ്ച്ഡ് എ ലോട്ട് കമ്പയർഡ് ടു ദ ഓൾഡ് പീപ്പിൾസ് ലൈഫ്. If you ask your, do you have your grandpa, Sean? Grandmother is there, grandpa is not there. Have you seen your grandpa? Grandpa ine kandittundo? Illa. Mother's father, mother. അല്ലല്ല, ഞാൻ ചോദിച്ചത് നിന്റെ മമ്മിക്ക് ഫാദറും മദറും ഉണ്ടോ? ഇപ്പം ആ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ടോ? രണ്ടാളും ഉണ്ട് അല്ലേ? രണ്ടുപേരും അമ്മയ്ക്ക് ഫാദർ ഇല്ല, മദർ ഉണ്ട്. പപ്പയ്ക്കും ഫാദർ ഇല്ല, മദറും ഉണ്ട്. ഓക്കെ, രണ്ടാളെ നീ കണ്ടിട്ടില്ല? ഇല്ല. ഓക്കെ, ശരി. ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ പറയാ, നമ്മുടെ പഴയ കാലത്തെ അപ്പച്ചന്മാര് അമ്മച്ചിമാരെന്ന് പറഞ്ഞാല് അവരുടെ വസ്ത്രവിധാരണത്തിൽ പോലും ഒരുപാട് ഇതുണ്ടായിരുന്നു. അതായത് ഞാൻ ചെറുതായിരുന്ന സമയത്ത്, when I was a child like you, my grandpa, both mothers and fathers parents, grandparents, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ രണ്ട് അപ്പച്ചിമാരും, അല്ലെങ്കിൽ അപ്പച്ചനായിരുന്നു നമ്മളെ വിളിച്ചോണ്ടിരുന്നത്. ഒരാൾ അപ്പച്ചെന്നും ഒരാൾ അപ്പിച്ചിന്നും ആയിരുന്നു വിളിച്ചോണ്ടിരുന്നത്. ഓക്കെ, അവര് പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്കാരായിരുന്നു. മീൻസ് നോട്ട് ഓഫീസ് വർക്ക് ആൻഡ് ഓൾ, പക്കാ ഫാർമേഴ്സ്. സോ ഈ പറമ്പിൽ പണിയെടുക്കുന്ന സമയത്ത് ഇന്ന് നമുക്കറിയാം, നമ്മുടെ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ചേട്ടന്മാർ ഒന്നെങ്കിൽ പാന്റും ഷർട്ടും ഇട്ടിട്ടാണ് പണിയെടുക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല പുതിയ പാന്റല്ല, പഴയ പാന്റും ഷർട്ടും അല്ലെ, അല്ലെങ്കിൽ കൈലിമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട്. പക്ഷെ ഈ പറയുന്ന അപ്പച്ചന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ തോർത്തറിയത്തില്ല നമ്മൾ കുളിക്കുമ്പോൾ കൊടുക്കുന്നേ, അതുപോലത്തെ തോർത്ത് കൊടുത്തിട്ട് പണിയെടുക്കും. ഷർട്ടൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്, അവരങ്ങനെ ഇടലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ കൊതുകില്ലായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ഇന്നിപ്പോ ഇവര് അത് ഇടാൻ കാരണം ഒന്ന്, കൊതുക് ഒരുപാടുണ്ട് അല്ലെ. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അപ്പച്ചനൊക്കെ ആണെങ്കിൽ 3 കൈലിമുണ്ടാ ഉള്ളത്.
പകലൊക്കെ ഈ തോർത്ത് കൊടുത്ത് പറമ്പിൽ പണിയും കാര്യങ്ങളൊക്കെയാണ്. അഥവാ എവിടെയെങ്കിലും പോകണമെങ്കിൽ 3 കയ്യിലുമുണ്ട്. അത് പിന്നെ വാങ്ങുന്നത് 3, 4, 5 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ്. മീൻസ് അത്രയും ക്ലോത്തുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു പരിധി കൂടുതൽ ഒരു വസ്തു അവർ ഓവറായിട്ട് വാങ്ങിച്ചു വിട്ടല്ല. മക്കൾക്കും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ജോഡി ഡ്രസ്സുകളൊന്നും ഇല്ലായിരുന്നു. 3, 4 ജോഡി ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, കളർ ഡ്രസ്സുകൾ. പിന്നെ സ്കൂളിൽ യൂണിഫോം ഉണ്ട്, 2 ജോഡി വേണം. ആ 2 ജോഡി അതുകൊണ്ട് സ്കൂളിൽ പോകും. മറ്റു ആവശ്യങ്ങൾക്ക് പള്ളിയിൽ പോകാൻ, ബന്ധുവീടുകളിലൊക്കെ പോകാൻ, അങ്ങനെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മള് കളർ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നത്. 3 ജോഡി അല്ലെങ്കിൽ 4 ജോഡിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറെ പഴകി കഴിയുമ്പോൾ, ഞാൻ വലുതായി കഴിയുമ്പോൾ എന്റെ ഇളയുള്ള ആൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ എന്റെ ചേച്ചി ഉപയോഗിച്ച ഡ്രസ്സുകൾ ചേച്ചി കുറച്ചുകൂടെ വലുതാകുമ്പോൾ ചേച്ചിക്ക് ഫിറ്റാകാതെ വരുമ്പോൾ എനിക്ക് തരും. ഫോർ ബ്രദേഴ്സ് ഓൾസോ, എൽഡർ വണ്ണ് ഉപയോഗിക്കുന്നതാണ് യങ്ങർ വണ്ണിന് കൊടുക്കും. ഇനി നമ്മുടെ വീട്ടിലെല്ലാം നമ്മുടെ ആന്റീസിന്, നമ്മുടെ കസിൻസിന്റെ മക്കൾക്ക്, കസിൻസിനൊക്കെ കൊടുക്കും. അന്നൊന്നും അങ്ങനത്തെ ഒരു അവരുടെ ഡ്രസ്സ് ഇടുന്നതിനോ നമ്മുടെ ഡ്രസ്സ് അവർക്ക് കൊടുക്കുന്നതിനോ മടിയൊന്നും ഇല്ലായിരുന്നു. ലൈഫ് സ്റ്റൈൽ വാസ് ലൈക്ക് ദാറ്റ് വേ. 2, 3 ജോഡി ഡ്രസ്സ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ആന്റിയുടെ മക്കളുടെ ഡ്രസ്സ് ഇടും, അല്ലെങ്കിൽ മക്കളുടെ ഡ്രസ്സ് ഇടും. അതൊന്നും ഒരു നാണക്കേടൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ വേറെ ഏതെന്ന് പറഞ്ഞാൽ യൂണിഫോം ഒക്കെ ആണെങ്കിലും ചിലപ്പം പള്ളിയിലൊക്കെ പോകുമ്പോൾ യൂണിഫോം ഇട്ടൊക്കെ പോകും. ഇതൊരു വിഷയമേ അല്ലായിരുന്നു. ബട്ട് നൗഡേയ്സ് lifestyle has been increased, means progress, a lot of progress is there in our lifestyle. So nowadays, will anybody go to church with uniform? Will you go, Sean, for prayer? No, you will wear color dress only, isn't it? And will you wear your auntie's son's old shirt or uncle's son's old? ഇല്ല, എനിക്ക് വേണ്ട പലതൊന്നും, എനിക്ക് പുതിയത് മേടിച്ചാൽ നമ്മൾ എന്ന് പറയും അല്ലേ? പക്ഷെ അന്നത്തെ പഴയതല്ല, എനിക്കിപ്പോ കൊള്ളുന്നില്ല. അല്ല, ഞാൻ പറയാം ഒരു എക്സാമ്പിള്. ഇപ്പൊ നിങ്ങളുടെ ആന്റിയുടെ അങ്കിളിന്റെ അന്നിനേക്കാൾ മുതിർന്ന കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അവരുടെ ഡ്രസ്സ് അവരിപ്പം വലുതായി, അവരുടെ ഡ്രസ്സുകൾ നിനക്ക് തരാന്ന് പറഞ്ഞാൽ ഇപ്പൊ നീ പഴയ ഡ്രസ്സ് ഇടുവോ? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇത് ചെയ്യല്ല. മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഡോണ്ട് ലൈക്ക് ടു വെയർ ദ. എന്റെ ചേട്ടൻ എനിക്ക് ഡ്രസ്സ് തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, ഇടാറുണ്ടല്ലേ? കുഴപ്പമില്ല, എടുക്കാം. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. പഴയത് മേടിച്ചോട്ടെ, എനിക്ക് പഴയതൊന്നും വേണ്ട, പുതിയത് തന്നെ വാങ്ങിത്താ എന്ന് പറയും. അങ്ങനത്തെ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ വീടുകളിൽ എത്ര അലമാരികളുണ്ട്? ഒരു 3, 4, 5 അലമാരി നിറച്ചും തുണിയാണ്, നമ്മുടെ തുണികള്. ആൻമരിയക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ട് മുത്തേ? നല്ല നിശ്ചയമുണ്ടോ? ക്ലാസ് അൺമ്യൂട്ട് അൻസേ കാണിക്കാം. നല്ല നിശ്ചയമുണ്ടോ? എത്ര അലമാരി ഉണ്ട്? തുണി വെക്കുന്ന എത്ര അലമാരി ഉണ്ട് വീട്ടില്? ഒന്നേ ഉള്ളൂ. അപ്പൊ നിന്റെ തുണിയൊക്കെ എവിടെയാ വെക്കുന്നേ? അല്ല മിസ്, ടോട്ടല് 3 ഷെൽഫ് ഉണ്ട്, അല്ല 4 ഷെൽഫ് ഉണ്ട്. അപ്പൊ എന്റെ റൂമില് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഒരു ഷെൽഫിൽ വെക്കും, അല്ല പുറത്തും യൂസ് ചെയ്യുന്ന ഡ്രസ്സ് വേറെ ഷെൽഫിൽ വെക്കും. ഒരു ഷെൽഫ് ഒരാൾക്ക് തികയുന്നില്ല. നല്ല ഡ്രസ്സ് ഒരു ഷെൽഫിൽ വെക്കും, പുറത്ത് വേറെ ഡ്രസ്സുകൾ വേറെ ഷെൽഫിൽ വെക്കും. അതുപോലെ മമ്മിക്ക് കാണും, പപ്പയ്ക്ക് കാണും, ബ്രദറിന് കാണും, അല്ലെ? നമ്മുടെ പക്ഷെ എന്നിട്ട് എല്ലാവരുടെയും കൂടെ തുണി ഓരോ അലമാരിക്കകത്ത് കൊള്ളുന്നുണ്ടോ? ചുമ്മാ തട്ടല്ലേ. നിന്റെ വീട്ടിൽ 5 മെമ്പേഴ്സ് ഉണ്ട്, 5 പേർക്കും കൂടെ ഓരോ അലമാരിക്കകത്ത് തുണിയെല്ലാം അങ്ങനെ തികയുന്നോ? മമ്മിയുടെ അലമാരി ഉണ്ട്, പിന്നെ നമുക്ക് 4 പേർക്ക് ഒരു അലമാരി. 4 പേരുടെ കൂടെ തുണി ഓരോ അലമാരിയിൽ കൊള്ളുവോ? ഓക്കെ. അപ്പൊ പഴയ കാലത്തെ വീടുകളില് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോ ഒരു ഡ്രങ്ക് പെട്ടി പോലത്തെ ഒരു പെട്ടി പോലത്തെ, ഇത്ര സൂട്ട് കേസ് പോലത്തെ കുറച്ച് വലിയൊരു പെട്ടി, അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഇതൊക്കെ. എന്നാല് അതിനകത്തൊക്കെ കൊള്ളാനുള്ള തുണികൾ എല്ലാവർക്കും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഓരോരുത്തർക്കും ഓരോന്നും ഉണ്ടായിട്ട് പോലും കൂടെ തികയുന്നില്ല. അത് ആത്മീയക്ക് 2 എണ്ണം, അല്ലെ? എന്നിട്ടും കാണും പുറത്ത് അഴയെ കൂടെ ഒക്കെ ഡ്രസ്സുകള്, അല്ലെ? നമ്മൾ എന്താ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, നമ്മളെ ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാസ് ബീൻ ചേഞ്ച്ഡ് എ ലോട്ട്, പ്രോഗ്രസ്ഡ്. ഒത്തിരി മാറ്റങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കും? നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് 1, 2, 3 ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് നമ്മൾ അതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പുകൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചെരുപ്പുകൾ എത്ര ജോഡി ചെരുപ്പുകൾ കാണും? നല്ല ഒരു ജോഡി കാണും, എവിടെയെങ്കിലും ദൂരോട്ടൊക്കെ പോകുമ്പോൾ ഇടാനും, ഷൂ പോലത്തെ അങ്ങനത്തെ ഒക്കെ.
പിന്നെ അത്യാവശ്യം സ്കൂളിലും കടയിലൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു ജോഡി കാണും. പിന്നെ വീട്ടിൽ നേറ്റി ഇടുന്ന വള്ളിച്ചെരുപ്പ് അങ്ങനെ കാണും അല്ലേ? അത്യാവശ്യം 3 ജോഡി എന്തായാലും കാണും. പിന്നെ ഒരെണ്ണത്തിന്റെ ഒക്കെ ഒരു ലേശം പൊട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയി എനിക്ക് ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മൂലയിട്ട് പുതിയ ചെരുപ്പ് വാങ്ങിച്ചു. പക്ഷെ പഴയ കാലത്തെന്ന് പറഞ്ഞാല് ഒറ്റ ഒരു ജോഡി ഉണ്ടാവുള്ളായിരുന്നു. അതും എല്ലാവർക്കും തന്നെ വള്ളിച്ചെരുപ്പാണ്. വീടിനകത്തൊന്നും ചെരുപ്പ് ഇടത്തില്ലായിരുന്നു. പറമ്പിലൊക്കെ എനിക്ക് 2 ജോഡിയുള്ളൂ. മെഡിക്കൽ ഇവിടെ പേത്തിപ്പം കയറി വരുന്നുണ്ട് ഉറപ്പൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും എണ്ണം നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ എണ്ണം ഒരുപാട് മാറി. അപ്പം as humans have progressed, their needs have increased. So their energy needs, for example, have increased several fold. നമുക്ക് ഇന്നത്തെക്കാൾ ഒരുപാട് എണ്ണം കൂടി. നമ്മളെ ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെരുപ്പൊക്കെ ആണെങ്കിലും പണ്ട് ഒറ്റ ഒരു ജോഡി ചെരുപ്പുണ്ടായിരുന്ന സ്ഥാനത്ത്, അതായത് പുറത്തു പോകാനും വീടിന്റെ പറമ്പിൽ നമ്മുടെ അതിലെ കൂടി ഇട്ടുകൊണ്ട് നടക്കാനും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒറ്റ ഒരു എന്തോ പറമ്പിൽ പണിയെടുക്കുമ്പോ മിക്കവാറും ചെരുപ്പിടാതെ അല്ലേ പണിയെടുക്കുന്നത്? ആണോ? എല്ലാരും ഒന്നും അങ്ങനെയല്ല. എന്നിട്ട് കാലമുള്ളൊക്കെ പണിയെടുക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ പറമ്പിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ചെരുപ്പിടും. ചെരുപ്പില്ലാതെ പരിപാടിയൊന്നുമില്ല. പക്ഷെ പണ്ടൊന്നും ഇടുന്നില്ലായിരുന്നു. അതൊരു പിന്നെ ചെരുപ്പിട്ട് ഒരു ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെരുപ്പില്ലാതെ ഇപ്പം പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയായി. വീട് ഞങ്ങള് ചെരുപ്പിടാറില്ല. പറമ്പിൽ കളിക്കാനൊക്കെ പോകുമ്പോഴൊന്നും ഞങ്ങള് ചെരുപ്പിടാറില്ല. കളിക്കാൻ പോകുമ്പോ ചെരുപ്പിട്ടുകൊണ്ട് ഓടലൊക്കെ ഇച്ചിരി പാടല്ലേ? പറമ്പിലാണെങ്കിൽ ചെരുപ്പിടും, ഇല്ലെങ്കിൽ ചെരുപ്പിടുകയില്ല. ഒരു കുഴപ്പമില്ല. മുള്ളുള്ളിടത്തൊക്കെ ഞങ്ങള് കളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ചെരുപ്പിടാതെ കളിക്കുന്നത്. ആണോ? എനിവേ ഞങ്ങളൊക്കെ കളിക്കുന്ന പ്രായം കഴിഞ്ഞു പോയില്ല. അത് കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരുന്ന പ്രായത്തിലൊന്നും ചെരുപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആകെ ഒരു ജോഡി ചെരുപ്പുണ്ട്. അതും കൊണ്ട് സ്കൂളിൽ പോകണം, പള്ളിയിൽ പോകണം, ടൗണിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോകണം, പിന്നെ അയലൊക്കത്തെ വീട്ടിലും പോകണമെങ്കിൽ പോകണം, നമ്മുടെ പറമ്പിൽ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്ന സമയത്ത് എല്ലാം ഈ ഒരു ജോഡി ചെരുപ്പാണ്. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം കുളിക്കാൻ പോകുമ്പോൾ ഒരു 10 മിനിറ്റ് ചെരുപ്പ് തേച്ച് കഴുകാനാണ്. കാരണം വള്ളിച്ചെരുപ്പാണ്. മറ്റേക്കൂട്ട് ഇന്നത്തെ പോലെ നല്ല ചെരുപ്പ് പുറത്തു പോകുമ്പോൾ ഇടാനും വീട്ടിൽ വള്ളിച്ചെരുപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. മൊത്തത്തിൽ ഒറ്റ ഒന്നേ ഉള്ളൂ. അത് എന്തെങ്കിലും VKC പാരഗൺ ആ ടൈപ്പ് എന്തെങ്കിലും കറുത്ത വള്ളിയോ നീലവള്ളിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ വെച്ചാൽ ഈ ചെരുപ്പൊക്കെ എന്താണെന്ന് വെച്ചാൽ സോപ്പിട്ട് തേച്ച് ഉരച്ച് ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് തേച്ച് കഴുകി നല്ല വൃത്തിയാക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം സ്കൂളിൽ വരുമ്പോഴാൻ ഒരു ജോഡി ചെരുപ്പ്. ഇനി അത് കുറച്ച് പഴയതായിക്കോട്ടെ എന്റെയൊക്കെ. പിന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ജോഡി ചെരുപ്പ് വേറെ ഉണ്ട്. വീട്ടില് മുറ്റത്തൂടെ ഒക്കെ ഇടാൻ വേണ്ടി ഒരു ജോഡി വള്ളിച്ചെരുപ്പുണ്ട്. അകത്തിടാൻ വേണ്ടിയിട്ട് വീടിന്റെ അകത്ത് പുറത്തിരുന്ന് ചെരുപ്പിടുന്നില്ല. അകത്ത് കാലിന് തണുപ്പ് കയറുന്നുണ്ട്, കാലിന് വരുന്ന വയസ്സായില്ലേ, അതുകൊണ്ട് അകത്തിടാൻ വേണ്ടി വേറെ ജോഡി, അകത്ത് മാത്രമായിട്ട് ഇടാൻ വേണ്ടി ഒരു ജോഡി ചെരുപ്പ്. നിന്റെ പ്രായമല്ലല്ലോ മിസ്സിനൊക്കെ, മിസ് വയസ്സായില്ലേ, അപ്പൊ കാലിനൊക്കെ വേദന എടുക്കും തണുപ്പൊക്കെ കയറിയിട്ട്. അപ്പൊ 4 ജോഡി ചെരുപ്പുണ്ട്. സോക്സ് ശരിയാവത്തില്ല. നമുക്ക് സോക്സ് പക്ഷെ അന്നേരം നമ്മള് അത് ശരിയാ, നമുക്കത് പറ്റത്തില്ല. നമുക്ക് ചെരുപ്പ് വേണം. കാരണം ഈ വെള്ളമൊക്കെ വീഴും. നിങ്ങളിങ്ങനെ ചുമ്മാ ഇരിക്കുന്നവരല്ല, നമ്മൾ പണിയൊക്കെ എടുക്കുമ്പോഴത്തേന് ഈ ചെരുപ്പ് എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു അസ്വസ്ഥതയാണ്. സോ ലൈക്ക് ദാറ്റ് വേ 4 pairs of slippers are there now for me. ആൻഡ് നേരത്തെ എത്രയായിരുന്നു? ഒറ്റ ഒരു ജോഡി. ആ ഒരു ജോഡി ചെരുപ്പ് ഈ വക ഉപയോഗം എല്ലാം കഴിഞ്ഞ് അതിന്റെ അടിയിൽ ഇങ്ങനെ ഓട്ട പിടിക്കും. കുറെ നാളിങ്ങനെ നടന്ന് ഞാൻ പറഞ്ഞ സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാം നടന്നു പോകുന്ന ബസ്സിനൊന്നുമല്ല. സോ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു 5-8 മാസമൊക്കെ ആയിട്ട് ചെറിയ ഓട്ടയും തേഞ്ഞ് പിന്നെ അത് വലിയ ഓട്ടയാക്കും. പിന്നെ കാലിന്റെ പാദത്തിന്റെ പകുതിയോളം മണ്ണില് മുട്ടിയിട്ട്, അതായത് ചെരുപ്പിന്റെ പകുതിയോളം തേഞ്ഞ് തീർന്നാലേ പിന്നെ ഒരു പുതിയ ചെരുപ്പ് മേടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലത്തെ ജീവിതം. പക്ഷെ ഇന്ന് നമ്മുടെ ഒരുപാട് ഇൻക്രീസ് ചെയ്തു. നമ്മുടെ എല്ലാ നീഡ്സുകളും ഇൻക്രീസ് ആയെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരുപാട് സാധനങ്ങള് പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ ഐറ്റംസും, ഒന്നൊന്നല്ല, ഡ്രസ്സോ അല്ല ചെരുപ്പോ, ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഏത് ഐറ്റവും. പണ്ടൊക്കെ ലാൻഡ് ഫോൺ പോലും ഇല്ലാതിരുന്ന കാലമായിരുന്നു. അതിനുശേഷം നമ്മുടെ വീടുകളിൽ ലാൻഡ് ഫോൺ വന്നു. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു വീട്ടിലേക്ക് ഒരു മൊബൈൽ എന്നുള്ളതായി. ഇന്നിപ്പോഴോ വീട്ടിലെ ഓരോ ആൾക്കും ഓരോ മൊബൈലായി അല്ലേ? അപ്പൊ ഇതുപോലെ ഓരോ ഐറ്റംസും എന്തായി, ഒരുപാട് നമ്മൾ ഇൻക്രീസ് ആയി. Example, have increased several fold. The average resources consumed per person have therefore increased considerably. So ഒരാൾക്ക് പഴയ കാലത്തെ ഓരോ സാധനങ്ങളും എത്ര വേണമായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരാൾക്ക് അതിനേക്കാൾ ഒരുപാട് സാധനങ്ങൾ യൂസ്. ഇപ്പൊ ഡ്രസ്സ് കാര്യം പറഞ്ഞ പോലെ തന്നെ മറ്റ് എല്ലാ ഐറ്റംസും എല്ലാത്തിലും ഇൻക്രിമെന്റ് ആയി.
Because of these two factors, the natural resources today are getting used up and depleted much faster than a few decades back. So, a few decades back, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഒരു സെക്കൻഡ്. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ഇൻക്രീസ് എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളുടെ ഉപയോഗത്തില് ഇൻക്രിമെന്റ് ആയി. This is leading towards an imbalance in nature. So, ഇപ്പൊ നമുക്ക് അതുകൊണ്ട് there is imbalance in nature. നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും ഭൂമിയിലേക്ക് ആകുന്നില്ല. പെട്രോൾ ഡീസൽ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന തീർന്നുകൊണ്ടിരിക്കുക. We studied in previous class, it will take nearly millions of years to form the petroleum products and all. But the use of petroleum has been increased or is increasing day by day. Before in our village only one bus was there or one vehicle was there. But as years passed, now in one house more than 2 or 3 vehicles will be there. Maybe scooter or a car or a bus, lorry, tipper like that. പണ്ട് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഒരു ബസ് അല്ലെങ്കിൽ ഒരു ലോറിയോ ജീപ്പോ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഇന്നിപ്പോ ഓരോ വീട്ടിലും 2-3 വീതമായി. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇൻക്രീസ്. So, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന natural resources has been increased. So, there is a imbalance in nature. A few forms in which these imbalances appear are pollution of air, water and soil. So, pollution of air, water, pollution of soil has been increased, and changes in climate and decreases in animal and plant population. So, പണ്ടത്തെ പോലെ അത്രയും അനിമൽസും പ്ലാന്റ്സും ഇന്നില്ല. അത് ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു. പഴയ പോലെയുള്ള മൃഗങ്ങളൊന്നും ഇന്നില്ല. എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും, എല്ലാ അനിമൽസും. ബട്ട് പോപ്പുലേഷൻ ഹാസ് ബീൻ ഇൻക്രീസ്ഡ് എ ലോട്ട്. പോപ്പുലേഷൻ ഒരുപാട് കൂടുതൽ. പക്ഷെ പഴയ പോലെയുള്ള ഫോറസ്റ്റ് അല്ല കാടെല്ലാം വെട്ടിത്തെളിച്ച് നമ്മൾ വീടുകളാക്കി. അപ്പം പഴയ പോലുള്ള ഫോറസ്റ്റ് റിസോഴ്സസ് ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന അനിമൽസ് ഇല്ല. പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മലബാറിലേക്കൊക്കെ വന്ന സമയത്ത് ഇവിടെ എല്ലാം കാടായിരുന്നു. പറമ്പിലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കാട്ടുപന്നി വരും, അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെ. ഇന്ന് കാട്ടുപന്നിയുണ്ട് ഇഷ്ടം പോലെ. അത് പക്ഷെ കുറഞ്ഞിട്ടില്ല, ഇൻക്രീസ് ചെയ്തിട്ടില്ല, ഒത്തിരി കൂടിയിട്ടുണ്ടെന്ന്. ബാക്കിയെല്ലാം ഡിക്രീസ് ചെയ്യുകയോ ചെയ്തത്. കാരണം ഫാർമേഴ്സ് ഓൾവേസ് കംപ്ലൈന്റ് ദാറ്റ്. പക്ഷെ അത് മനുഷ്യന്മാരെ പോലെ കൂടി ബാക്കിയുള്ളതൊക്കെയാണ് കുറഞ്ഞത്. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ അക്കോർഡിംഗ് ടു അവർ സ്റ്റഡീസ്, all the forest and wild animals like lion, tiger, zebra, everything has been reduced their number. അപ്പൊ പണ്ട് 1920 ഇത്ര ഉണ്ടായിരുന്നു, 30 ഇത്രയായി, 40 അതിലും കുറഞ്ഞു. അങ്ങനെ ഓരോ വർഷത്തെ കണക്കുകൾ നമ്മൾ ഓരോ അനിമൽസിനെ കുറിച്ചും പഠിക്കുമ്പോൾ കുറെ അനിമൽസ് ഒക്കെ ഇപ്പോൾ ഈ പറയുന്ന ഇല്ല. പല തരത്തിലുള്ള, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുതായിരുന്നപ്പം കേട്ടിരുന്ന പലതരം പക്ഷികൾ ഇപ്പം കാണുന്നില്ല. ഒരു കുഞ്ഞി കരിയിലമ്പിടാന്ന് പറയും, കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കരിയിലയുടെ കളറാണ്. ഉണങ്ങിയ ഇലയൊക്കെയില്ലേ കരിയില, കൂടുതൽ ഇങ്ങനെ ചാഞ്ഞി കിടക്കുന്ന മരത്തിലൊക്കെ വെയിറ്റ് ഞാൻ പറയാം. പിന്നെ അതിങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കും, മൊത്തം എവിടെ വേണേലും കാണുമായിരുന്നു അങ്ങനത്തെ സാധനങ്ങള്. പക്ഷെ ഇപ്പൊ അതെങ്ങനെ എവിടെയും തന്നെ കാണാറില്ല. വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം. അങ്ങനെ കപ്പിലമാവൻ തോട്ടമൊക്കെ ഉണ്ടെന്നൊരിക്കലും അവിടെയൊക്കെ കാണും, അല്ലാതെ അധിക സ്ഥലങ്ങളിലൊന്നും അങ്ങനത്തെ കാണുന്നില്ല. പക്ഷെ പണ്ട് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് കവളങ്കാളി എന്ന് പറഞ്ഞൊരു പക്ഷി ഉണ്ടായിരുന്നു. അതിനിപ്പം ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി. ഇപ്പൊ അങ്ങനത്തെ ഒന്നും കാണാനില്ല കവളങ്കാളി. ഞങ്ങൾ അത് ഈ മരത്തിന്റെ ചെറിയ വലിയ പൊക്കമൊന്നും ഇല്ലാത്തവർക്ക് കൂട് വെക്കും. എന്നിട്ട് ഞങ്ങൾ സന്ധ്യ ആകുമ്പോൾ പോയിട്ട് അതിനെ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കാനൊക്കെ നോക്കുമായിരുന്നു. നിങ്ങളുടെയൊക്കെ കുഞ്ഞിന്റെ പ്രായത്തിൽ വലിയ ഹൈറ്റ് ഒന്നും ഉള്ള മരത്തിലൊന്നും ആയിരിക്കല്ലോ വെക്കുന്നത്, കൈയൊക്കെ എത്തുന്ന പാകത്തിനുള്ള. അത് ഓർക്കുന്നുണ്ട്. തത്തയൊക്കെ എന്തുമാത്രം തത്തകളുണ്ടായിരുന്നു എന്നറിയാമോ? ഇപ്പം വളരെ റെയറാണ്. അനദർ സ്ക്യൂരൽ എന്ന് പറയുന്നത് ഇപ്പം വളരെ എപ്പോഴെങ്കിലും 1-2 അങ്ങനെ കണ്ടു, അത്രേ ഉള്ളൂ. അധികമൊന്നും ഇപ്പൊ അവിടെയും കാണാനില്ല. അമ്മയുടെ ചേട്ടന്റെ അടുത്ത് മിറ്റത്തൊരു പ്ലാവ് പക്ഷെ അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണാൻ മറ്റെന്താണ്, എവിടെ നോക്കിയാലും ഉണ്ടായിരുന്നു ഇത്രയും ഇതൊക്കെ. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, കാട്ടുകോഴി എന്ന് പറഞ്ഞോണ്ടൊരു സാധനം, കുളക്കോഴി, കാട്ടുകോഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തോട്ട് ഇവിടെ കുറച്ച് മിസ് എപ്പോഴും വരാറുണ്ട്. പിന്നെ വീടിന്റെ അപ്പുറത്ത് കുറെ സ്ഥലം ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒരുപാട് പിന്നെ ഈ കാട്ടുകോഴി എന്നിട്ട് മുട്ടയിടും. ഞങ്ങള് ആടിനെയൊക്കെ കെട്ടാൻ പോകുമ്പോൾ എപ്പോഴും നോക്കും. സ്ഥിരമായിട്ട് മുട്ടയിടുന്ന സ്ഥലം എന്നും എടുത്തോണ്ട് പോരുമായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ കാട്ടുമുയല്, നമ്മള് വീട്ടിൽ വളർത്തുന്ന മറ്റേ മുയലല്ല, കാട്ടുമുയല്. കാട്ടുമുയലിനൊക്കെ എത്ര പിടിച്ചു തിന്നിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇപ്പൊ അങ്ങനത്തെ സാധനത്തെ കണ്ടേ. ഇപ്പൊ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മുയലുണ്ട്, ആ വെള്ളയൊക്കെ അതുണ്ട്, ബ്ലാക്ക് വൈറ്റ് ഒക്കെ, അത് നമ്മള് വീട്ടിൽ വളർത്തുന്നത്. മറ്റൊന്നും കാട്ടുമുയല്. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെന്താ നമ്മള് പറയുന്ന ഈ കീരി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണ്ട് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലാന്നല്ല, പക്ഷെ നമ്പർ ഹാസ് ബീൻ റെഡ്യൂസ്ഡ് എ ലോട്ട്. മിസ്സേ കീരി, ഉടുമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ പണ്ടൊക്കെ കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ എണ്ണം കാണുന്നില്ല, കുറവാണ്. ചെറുതായിട്ടൊക്കെ. ഇപ്പൊ എണ്ണം കുറവാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ. So therefore, if we do not practice the conservation, we will endanger our very survival in the not too distant future. So if we don't make use of the natural resources properly, or means if we don't conserve it, within no time, we will cause for our endanger. What is the meaning of endanger? Endanger എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡേഞ്ചർ അല്ലാത്ത, വംശനാശം. അതായത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുന്നു. നമ്മൾ തന്നെ നമ്മുടെ നാശത്തിന് കാരണമാകും. കാരണം ഇതൊന്നും നാച്ചുറൽ റിസോഴ്സസ് ഒന്നും കിട്ടാതെ വരും. എല്ലാം കുറഞ്ഞു വരുന്നു. അപ്പം അങ്ങനെ കുറഞ്ഞു വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കും? നമുക്ക് പിന്നെ അധികം ഒന്നും കിട്ടാതെ വരും, അല്ലെ? പിന്നെ ലാസ്റ്റ് നമ്മളിപ്പോ ഡൈനോസർ, ഫോർ എക്സാമ്പിൾ, ഡൈനോസർ എന്ന് പറയുന്ന ജീവി ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ഇറ്റ് ഹാസ് ബീൻ എൻഡേഞ്ചേർഡ്. അതിപ്പോ ഇല്ല, എൻഡേഞ്ചർ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യർ പോലും കൂടെ ഗ്രാജുവലി എൻഡേഞ്ചർ ആകും. കാരണം നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഒന്നും കിട്ടാതെ വരും. സോ വാട്ടർ കൺസർവേഷൻ, ഹൗ ടു കൺസർവ് വാട്ടർ, എങ്ങനെ വെള്ളം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത്? ദ പർപ്പസ് ഓഫ് വാട്ടർ കൺസർവേഷൻ ഈസ് ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ക്ലീൻ വാട്ടർ അവൈലബിൾ. അതായത് ക്ലീൻ വാട്ടറിന്റെ ക്ലീൻ വാട്ടർ നമ്മൾ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ്. കടലിലെ വെള്ളം കൺസർവ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്യുവർ വാട്ടർ, ക്ലീൻ വാട്ടർ, ആ വെള്ളം നമ്മൾ കൺസർവ് ചെയ്യണം. Some of the methods for conserving water are as follows. First one is using less water and avoiding wastage at home. So earlier I said in one household 5 members or 6 members were there, means now then number of the family members have been increased because their children have grown up, they got married, and those children also got married, they got children, and like that way the number of family members have been increased. So use of water has been increased. Of course, that we can agree, but use of water here increase means not one by person like that way. We are wasting a lot of water. I said before we used to draw water from the well and used to use 1 or 1.5 bucket of water and used to take bath. But now since we are taking bath in the bathroom, we use more water for bathing purposes, toiletry purposes, like that way, different ways. ഇപ്പൊ നമ്മള് പഴയ കാലത്ത് എന്ന് വെച്ചാൽ കുളിക്കാൻ കിണറ്റിന്ന് വെള്ളം കോരി കുളിച്ചുകൊണ്ടിരുന്നപ്പോ നമുക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് പൈപ്പ് തിരിച്ചാൽ മതി, നമുക്ക് സൗകര്യങ്ങൾ കൂടി. അപ്പൊ പൈപ്പ് തിരിച്ചാൽ മതി, നമ്മൾ ഒരു ബക്കറ്റിന് പകരം 4 ബക്കറ്റ് 5 ബക്കറ്റ് ഒക്കെ എടുക്കും. ഷവറൊക്കെ തുറന്നു വെക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ പാട്ടും കച്ചേരിയൊക്കെ തീരുന്നതാണ്. അല്ല മമ്മി വഴക്ക് പറയുന്നതായിരിക്കും കണക്ക്, അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളം തീരുന്നത്. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മുടെ കണക്ക്, അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ വീട്ടിലും ഓരോ ഫാമിലി മെമ്പേഴ്സ് ഇതുപോലെ വെള്ളം വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? So much of water is being used. So we have to use less water and avoiding wastage at home. പിന്നെ ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പം പല്ല് തേക്കാൻ വേണ്ടി കിണറ്റുകരയിൽ പോയിട്ട് പല്ല് തേക്കും. അപ്പൊ കിണറ്റില് തൊട്ടിയിൽ വെള്ളം കോരിയെടുക്കും. ഒരു കാൽത്തൊട്ടി വെള്ളം മതി പല്ല് തേച്ച് മുഖം കഴുകി കാലൊക്കെ കഴുകി കയറി വരാനാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല. ഇപ്പൊ എന്ത് ചെയ്യും? പേസ്റ്റ് ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് ജസ്റ്റ് വിൽ അപ്ലൈ, വി വിൽ ഗോ ടു ദ ടാപ്പ് ആൻഡ് ജസ്റ്റ് വിൽ മേക്ക് വെറ്റ് ദാറ്റ് ബ്രഷ്. ആ ടാപ്പിന് അടയ്ക്കല. പിന്നെ പല്ലൊക്കെ തേച്ച് ആരെങ്കിലും വന്നെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ടാപ്പ് ഇങ്ങനെ ലീക്ക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒത്തിരി. നീ എടുക്കണം, എനിക്കറിയാം. അങ്ങനെ പിന്നെ ചില വീടുകളിൽ കണ്ടില്ല, പാത്രം കഴുകാൻ വേണ്ടി ടാപ്പ് തുറന്നു വെച്ചിട്ട് പാത്രം അതിന്റെ ഇടയ്ക്ക് സോപ്പിട്ട് പോകൊണ്ടിരിക്കും. ഈ ടൈം എല്ലാം ഓൾ ദിസ് ടൈം ദ വാട്ടർ ഈസ് ഗോയിങ് ഓൺ.
but mothers are not aware to close that tap. പഴയ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ബക്കറ്റ് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് പാത്രം വെച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തില് ഒരു കൊട്ട പാത്രം മുഴുവൻ കഴുകുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഒരു ടാങ്ക് വെള്ളം വേണം. അതായത് വെച്ചാൽ വെള്ളം ഇങ്ങനെ ടാപ്പ് അങ്ങ് തുറന്ന് വിട്ടേക്കുവാണ്. പാത്രം കഴുകി സോപ്പൊക്കെ ഇട്ട് കഴുകി ഉരച്ച് തേച്ച് കഴുകി തീരുന്നോടം വരെ എന്താണ് ഈ ടാപ്പ് ഇങ്ങനെ ഓണാണ്. അങ്ങനെ എല്ലാ തരത്തിലും വെള്ളത്തിന് ഒത്തിരി യൂസ് കൂടി അല്ലേ. സോ വി ഹാവ് ടു യൂസ് ലെസ് വാട്ടർ ആൻഡ് അവോയ്ഡ് വേസ്റ്റേജ് അറ്റ് ഹോം. ഫോർ എക്സാമ്പിൾ, ടേണിംഗ് ഓഫ് ദ ടാപ്പ് വൈൽ ബ്രഷിംഗ് ടീത്ത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ല, പുസ്തകം പോലും പറയുന്നുണ്ട്. പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബ്രഷ് നനയ്ക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അടയ്ക്കുന്നത് അല്ലെ. നെക്സ്റ്റ്, മോപ്പിംഗ് ദ ഫ്ലോർ ഇൻസ്റ്റെഡ് ഓഫ് വാഷിംഗ് ഇറ്റ്. ചിലവർ വെള്ളം ഒഴിച്ച് ഫ്ലോർ ഇങ്ങനെ അടിച്ച് കഴുകും. എന്തോരം വെള്ളം വേണം അല്ലെ. ഇച്ചിരി സോപ്പ് പൊടി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഒരു ടാങ്ക് വെള്ളം ഉണ്ടെങ്കിൽ അതിന്റെ ആ പിന്നെ എന്താ പറയുന്ന സ്ലിപ്പ് അത് പോകുമല്ല. അപ്പൊ എന്തോരം അതിന് പകരം മോപ്പിംഗ്. വേനൽക്കാലത്ത് പുഴയിൽ പോയത് എന്നിട്ട് ആ പുഴയിലെ വെള്ളം കൂടെ പൊല്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലേ. ഓക്കെ ശരി. നെക്സ്റ്റ്, മോപ്പിംഗ് ദ ഫ്ലോർ. പുഴയിലെ വെള്ളം പൊല്യൂട്ട് ആകുന്നേ? അപ്പൊ പിന്നെ തുണിയൊക്കെ അലക്കുന്നത്, തുണിയിലുള്ള തുണിക്കിടുന്ന സോപ്പും ചെളിയും എല്ലാം കൂടെ ആ പുഴയിലെ വെള്ളത്തിലേക്കല്ലേ വരുന്നത്. അങ്ങനെ. Next, turning the tap while brushing the teeth, mopping the floor instead of washing it, or using water in a bucket to wash cars instead of using pipe. ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഓരോ കപ്പ് കോരി ഒഴിച്ച് നമുക്ക് ടാപ്പ് കാർ കഴുകാം. അതിന് പകരം പൈപ്പ് തുറന്ന് വെച്ചിട്ട് പൈപ്പും പിടിച്ചിട്ട് കഴുകുമ്പോൾ എന്തോരം വെള്ളം വേസ്റ്റ് ആകും അല്ലെ. ബക്കറ്റിൽ പിന്നെ തീർച്ചയായിട്ടും എടുത്തോണ്ട് വരണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ്, ബെറ്റർ മാനേജ്മെന്റ് ഓഫ് വാട്ടർ ബൈ സിവിക് അതോറിറ്റീസ്. എക്സാമ്പിൾ, പ്രിവെന്റിംഗ് ലീക്കേജ് ഫ്രം പൈപ്സ്. ഓക്കെ, ഈ നമുക്കറിയാം ടൗണുകളിലൊക്കെ ആണെങ്കിലും കൂടുതൽ നമ്മൾ പബ്ലിക് വാട്ടറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മൊത്തത്തിൽ എല്ലാവർക്കും ഒരേ നമ്മൾക്ക് എല്ലാവർക്കും കിണറുന്നുണ്ടാകില്ല. അപ്പൊ പബ്ലിക് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ബെറ്റർ മാനേജ്മെന്റ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ അതിന്റെ പൈപ്പൊക്കെ പൊട്ടിപ്പോയി ഒരുപാട് വെള്ളം വേസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ടി വിയിലൊക്കെ വാർത്തകളൊക്കെ കാണിക്കുന്നത് ഇന്ന സ്ഥലത്ത് പൈപ്പ് പൊട്ടി വെള്ളം വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട്. അവര് പിറ്റേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസമോ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും പിന്നെ നന്നാക്കാനൊക്കെ വരുന്നത്. അപ്പൊ ഈ അത്രയും വെള്ളം വേസ്റ്റ് ആയിട്ട് പോകും, ആർക്കും ഉപയോഗം ഇല്ലാതെ പോകും അല്ലെ. സോ പ്രിവെന്റിംഗ് ലീക്കേജ് ഫ്രം പൈപ്സ് ആൻഡ് ഓൾ. പിന്നെ നമ്മുടെ വീടുകളിലാണ് തന്നെ ടാപ്പിലൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ ലീക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ ലീക്ക് നമ്മൾ പരിഹരിക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഓരോ ഡ്രോപ്പ് ആണെങ്കിൽ പോലും പോകുമ്പോൾ പിന്നെ ഒരു ദിവസം മുഴുവൻ പോകുമ്പോഴത്തേനും എന്തോരം വെള്ളം വേസ്റ്റ് ആയി പോകും അല്ലെ. യൂസിങ് ബെറ്റർ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ സച്ച് ആസ് എ ഡ്രിപ്പ് ഇറിഗേഷൻ in which water is supplied to the roots of plants drop by drop instead of filling the entire field with water. ഇനി ഇവിടെ പിന്നെ ഇവിടെ വേറൊരു മെത്തേഡ് തന്നിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ തുള്ളി നേരെ അതിന്റെ ചുവട്ടിലേക്ക് വീഴുന്ന രീതിയിൽ ഒന്നിച്ചൊഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അതങ്ങ് ഒഴുകി പോകുള്ളൂ അല്ലെ. അപ്പൊ നമ്മള് പൈപ്പൊക്കെ ആണെങ്കിലും അതിന്റെ ചുവട്ടിലേക്ക് തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റുവട്ടം മൊത്തം നനയ്ക്കാൻ നിൽക്കേണ്ട, അതിന് ചുവട്ടിലേക്ക് പിടിച്ചിട്ട് റൂട്ട്സ് ഉള്ള ഭാഗത്ത് മാത്രമായിട്ടൊക്കെ നനയ്ക്കാനും ഇങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ഓരോ തുള്ളിയായിട്ട് വീഴുന്നത് ആ രീതിയിലുള്ള ഇറിഗേഷൻസ് ഒക്കെ നോക്കുക. നെക്സ്റ്റ്, റീസൈക്ലിംഗ് ഓഫ് വാട്ടർ ഇൻ ഫാക്ടറീസ് ആൻഡ് യൂസിങ് ഇറ്റ് സെവറൽ ടൈംസ് ബിഫോർ ഇറ്റ് ഡിസ്പോസ്ഡ് ഓഫ്. ഫാക്ടറിയിലെ വെള്ളം നമ്മൾ പിന്നെ കളയുന്നതിന് മുന്നേ അത് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ പറയാം, നമ്മള് തുണി അലക്കുന്നു, തുണി അലക്കിയിട്ട് ആദ്യത്തെ ആ വെള്ളം നമ്മൾ കളയുന്നു. അത് കഴിഞ്ഞ് തുണി ഊരി പിഴിഞ്ഞ് റിൻസ് ചെയ്യുന്നു. തുണി ഊരി പിഴിയാൻ വേണ്ടി എടുക്കുന്ന വെള്ളം കുറച്ച് കഴിയുമ്പോഴത്തേന് അഴുക്കാകും അല്ലെ, അതിന്റെ സോഫ്റ്റിലൊക്കെ. ആ വെള്ളം നമ്മള് അടുത്ത തുണി അലക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. 2 തവണ ഊരി പിഴിയുമ്പം കിട്ടുന്ന വെള്ളം നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത്രയും വെള്ളം ലാഭിക്കാം. ആ രീതിയിൽ ഫാക്ടറിയിലൊക്കെ ഒരുപാട് വെള്ളം ആവശ്യമാണ്. സോ രണ്ടാമതും മൂന്നാമത്തെ ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളം പിന്നെ ഫസ്റ്റ് യൂസിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ റീസൈക്കിൾ ഓഫ് വാട്ടർ. ഇഫക്റ്റീവ് ഫ്ലഡ് കൺട്രോൾ എസ്പെഷ്യലി ബൈ ബിൽഡിംഗ് ഡാംസ് ആൻഡ് റിസർവിയറും ഡാംസും ഒക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം നമ്മൾ കൺട്രോൾ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. Soil conservation methods such as planting trees also increases in the supply of ground water. പിന്നെ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ വെള്ളം റിസർവ് ചെയ്യാൻ വേണ്ടി സോയിൽ കൺസർവേഷൻ മെത്തേഡ്സുകൾ ഉപയോഗിക്കാം. ട്രീറ്റിംഗ് സ്വേജ് ആൻഡ് ഫാക്ടറി വേസ്റ്റ് ബിഫോർ ഡിസ്പോസിംഗ് ദം ഓഫ്
so that water sources are not polluted. So ഉള്ള വെള്ളം പൊല്യൂട്ടഡ് ആകാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പിന്നെ അതായത് സ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, അഴുക്കുചാലുകളൊക്കെ ടൗണിലൊക്കെ അങ്ങനെ അഴുക്കുചാലുകളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു എല്ലാ വീടുകളിലെയും പിന്നെ 2-3 ടോയ്ലറ്റുകളൊക്കെ ഉണ്ടെന്നതിൽ അതിൻ്റെ എല്ലാം വേസ്റ്റ് ഒക്കെ നമുക്ക് കളയാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും, അങ്ങനെ വേസ്റ്റ് എല്ലാം കളയാൻ പറ്റാതെ വരുമ്പോൾ കോമൺ ആയിട്ട് ഒരു വലിയ സേഫ്റ്റി ടാങ്ക് പോലെ എന്തെങ്കിലും ആക്കിയിട്ട് അതൊക്കെയാണ്. പിന്നെ അത് സ്വേജിലേക്ക്, അതായത് അഴുക്കുചാലിലേക്കൊക്കെ പോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ മാക്സിമം അതിനകത്തൊരു ട്രീറ്റിംഗ് സ്റ്റേജ് ആൻഡ് ഫാക്ടറി വേസ്റ്റ് ബിഫോർ ഡിസ്പോസിംഗ് ദം ഓഫ് സോ ദാറ്റ് വാട്ടർ സോഴ്സസ് ആർ നോട്ട് പൊല്യൂട്ടഡ്. അതൊരിക്കലും വെള്ളത്തിലേക്ക് വിടാതെ, അതായത് വെള്ളം പുഴയിലേക്കൊന്നും വിടാതിരിക്കാൻ ശ്രമിക്കും, ഫാക്ടറിയിലെ വേസ്റ്റുകളൊക്കെ ആയിക്കോട്ടെ. കാരണം അങ്ങനെ വിട്ട് കഴിയുമ്പോൾ റിവർ വാട്ടറുകൾ, അതായത് ഏത് വാട്ടർ സോഴ്സിലേക്കാണോ നമ്മൾ ഇത് വിട്ടത്, അത് വിൽ ബി, അതെന്തായിരിക്കും, പൊല്യൂട്ടഡ് ആയിരിക്കും. അങ്ങനെ പൊല്യൂട്ടഡ് ആവാതിരിക്കാനുള്ള മെത്തേഡുകൾ നമ്മൾ സ്വീകരിക്കണം. നെക്സ്റ്റ്, യൂസിങ് biodegradable fertilizers and pesticides so that underground water is not contaminated. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാതെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള, അതായത് കെമിക്കൽ അല്ലാത്ത പിന്നെ വിഷങ്ങളൊന്നും ചേർന്നിട്ടില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുക. നമ്മളിപ്പം പച്ചക്കറികളൊക്കെ നട്ടു കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് അവിടുന്ന് കെമിക്കൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് അതിന് വളമൊക്കെ ആഡ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെയുള്ളത് ഉപയോഗിക്കാതെ നമ്മുടെ വീടുകളിൽ സാധാരണ നമ്മൾ പുകയില കഷായം പോലെ അങ്ങനെയുള്ളതും, അതുപോലെ തന്നെ ചാണകവും അങ്ങനെയൊക്കെയുള്ള സാധാരണ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മാനൂറുകൾ, വളങ്ങളൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതൊഴുകി, പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതൊഴുകി വെള്ളത്തിലോട്ട് എത്തും, അല്ലെ? വെള്ളം പൊല്യൂട്ടഡ് ആകും. അപ്പം കെമിക്കലൊക്കെ ആകുമ്പോൾ വെള്ളം പൊല്യൂട്ടഡ് ആകും. അങ്ങനെ പൊല്യൂട്ടഡ് ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ ഈസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ദാറ്റ് യു നോ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നാണ് മഴവെള്ള സംഭരണിയിൽ വെള്ളം ശേഖരിക്കുന്നത്. Rain water harvesting is being encouraged by the government these days as an important method of conserving groundwater. It is a method of storing rainwater from future use. In houses, it is done by allowing rainwater falling on roofs of buildings to flow into a deep trench in the ground. So how rainwater harvesting is done from the roof? We know that when the rain falls on the roof of the building, that rainwater is directly collected in a ground trench here, tank. We will construct a tank. Then it thus replenishes groundwater instead of flowing off into drains that empty into rivers. അതായത് 2 തരത്തിലുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ട്. ഒന്ന്, നമ്മൾ മഴവെള്ള സംഭരണിയിലേക്ക്, മേൽക്കൂരയിലെ വെള്ളം നമ്മൾ നേരെ പിന്നെ താഴെ ഒരു ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് കളക്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ മേലിൽ കുറച്ച് മണലും ചിരട്ടയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിലൂടെ ആ വെള്ളം അരിച്ചിറക്കും. നമുക്കറിയാം റെയിൻ വാട്ടറിൽ എപ്പോഴും ഡസ്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം അരിച്ച് അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ടാങ്കിനകത്ത് ഇറങ്ങുള്ളൂ. വേറെ ജനലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ പൈപ്പ് ഇറങ്ങാൻ മാത്രമുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും പൈപ്പ് ഇറങ്ങി ക്ലോസ് ആണ്. അപ്പൊ മറ്റ് ഇതൊന്നും വെള്ളത്തിലേക്ക് വരത്തില്ല, കൂത്താടി അങ്ങനെയുള്ളതൊന്നും വരത്തില്ല. നമുക്ക് വെള്ളം മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഷോർട്ടേജ് വരുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ? ഓക്കെ. പിന്നെ അനത് വേറെ നമ്മൾ വലിയ കുഴി എടുക്കും നമ്മുടെ പറമ്പിലൊക്കെ. എന്നിട്ട് ഈ മഴവെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് ആ കുഴിയിലോട്ട് വീണിട്ട് കുഴി കിടക്കുമ്പോൾ അത് കുറേം കൂടെ മണ്ണിലേക്ക് ഇറങ്ങിക്കോളും. This simple method has been very successful wherever it has been tried and has resulted in rising the groundwater level in that area. Traditionally in India, structures called boilies were used for storing rainwater. The water collected during the monsoon was used during non-monsoon months. It was also used to recharge the groundwater. There is a move to review this practice. അപ്പം വേറെ ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന വേറെ മെത്തേഡ് ഉണ്ട്, ബോയിലേഴ്സ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഇപ്പൊ ആ ചിത്രത്തിൽ കാണുന്ന പേജ് 220 രണ്ടാമത്തെ പിക്ചർ നോക്കുക. ഈ മഴവെള്ളം ഇങ്ങനെ സംഭരിച്ച് അതിനകത്ത് കിടക്കും. എന്നിട്ട് അത് ഭൂമിയിലേക്ക് ഇറക്കും. അപ്പൊ മഴയില്ലാത്ത സമയത്ത് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അത് ഭൂമിയിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്. ഓക്കെ.
So like this way we can conserve water. ഫസ്റ്റ് വണ് നമുക്ക് എത്ര വെള്ളമുണ്ട് കൂടുതലാണേലും കുറവാണേലും നമ്മൾ അത് പൊല്യൂട്ട് ആവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ. ഒരു തരത്തിലും പൊല്യൂഷൻ നമ്മുടെ നടക്കാൻ പാടില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഇൻ Bhujpur in the Kutch area of Gujarat, the villagers and an NGO teamed up to make 18 check dams on the Rukmavati river and this Rukmavati river and its tributaries. This water helped to recharge groundwater instead of flowing into the sea. The move has been very successful and the water availability in the village has increased considerably. A similar initiative of harvesting rainwater has been successful in the Alwar district of Rajasthan. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ റിവറിൽ നിന്നുള്ള വെള്ളം നേരെ സീയിലേക്ക് ഒഴുകി പോകാതെ അവർ ഇതുപോലെ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് കുഴികളൊക്കെ കുഴിച്ചിട്ട് ആ കുഴിയിലോട്ടൊക്കെ ആക്കി അപ്പൊ ആ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമാക്കും. നിങ്ങൾ ഈ ചെക്ക് ഡാംസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ചെക്ക് ഡാംസ്? ചെക്ക് ഡാം റിവറിലൊക്കെ ചെക്ക് ഡാം അല്ലെങ്കിൽ വലിയ തോട്ടിലൊക്കെ ചെക്ക് ഡാം കെട്ടും. ഡാം കെട്ടിയിട്ട് അവിടുത്തെ വെള്ളം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഒരു ഏരിയയില് എന്താണ് കിണറ്റിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാകും. റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പാലങ്ങളൊക്കെ പണിത് കഴിയുമ്പോൾ അങ്ങനത്തെ വെള്ളം തടഞ്ഞു നിർത്തും. ഒരു ഡാം, ചെറിയ ഡാം പോലെ തോന്നും നമുക്ക്. എന്നിട്ട് അപ്പൊ അതെന്താന്ന് വെച്ചാൽ അവിടെ എത്രയും വെള്ളം ഉള്ളതുകൊണ്ട് അതിന് നിയർ ബൈ ഏരിയയിലൊക്കെ കിണറിലൊക്കെ സമ്മർ സീസൺ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകും. വെള്ളം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തുറക്കും. വെള്ളം കൂടുന്ന സമയത്ത് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഡാമൊക്കെ തുറന്നു വിടുന്നത് പോലെ തന്നെ അതിന്റെ ഷട്ടർ തുറക്കും. അപ്പൊ നല്ല മഴക്കാലത്ത് അങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഫ്ലഡ് പോലെ ആകും ആ ഏരിയയിലൊക്കെ അല്ലേ, ബിക്കോസ് പോപ്പുലേറ്റഡ് ഏരിയ ആയിരിക്കും. അതുകൊണ്ട് അപ്പൊ തുറന്നു വെക്കും. അത് കഴിഞ്ഞ് മഴ തീരാറാകുമ്പോഴത്തേനും ഷട്ടർ താത്തി വെക്കും. അപ്പം വെള്ളം പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. സമ്മർ സീസണിൽ ആ ഭാഗത്തുള്ളവർക്ക് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇഷ്ടം പോലെ വെള്ളം കിട്ടില്ല, അവർക്ക് കൃഷിക്കൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ടൈം കഴിഞ്ഞു അല്ലേ? ഒരു ലെസണും കൂടി ഉണ്ട് അല്ലേ? Okay, we'll continue in the afternoon class. One more class is there now? Okay, bye bye. നമുക്കല്ലേ Bye.